ഇനി കുറച്ച് ഹെൽത്തി ഫുഡ് ആവാല്ലേ. ഇന്ന് നേരം വെളുത്തപ്പോൾ തൊട്ട് എനിക്ക് വല്ലാത്തൊരു റിഗ്രഷൻ. എന്നെപ്പോലെ ഇടയ്ക്ക് റിഗ്രഷൻ അടിക്കുന്നവരാണോ നിങ്ങളും? തൽക്കാലം ഇതൊക്കെ ഉള്ളൂ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഈ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രൂട്ട് യോഗോട്ട് ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. വൺസ് ഒന്ന് ട്രൈ ചെയ്തോ. എൻ്റെ പ്രതീക്ഷ കളഞ്ഞത് മുഴുവൻ ഈ ഡ്രാഗൺ ഫ്രൂട്ടാണ്. എന്താണല്ലോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ തന്നെ തറവാട്ടിലേക്ക് പോയി. അവിടെ ആൻറ്റി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ആൻറ്റീനെ കാണാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കുണ്ടെന്ന് നമ്മുടെ പിങ്കി മോള് ഹൈമോക്ക് വേണ്ടിയിട്ട് ഒരു ബ്രേസ്ലെറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൾക്ക് തറവാട്ടിലെത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ഇഷ്ടം മിട്ടുവിൻ്റെ കൂടെ കളിക്കാനാണ്. മിട്ടു എന്ന് പറയുന്നത് ഈ കിളിയാണ് കേട്ടോ. അപ്പച്ചനും അമ്മച്ചിയും പിന്നെ ഉച്ചവാർത്തയൊക്കെ കണ്ട് റെസ്റ്റ് എടുക്കുന്നു. പിങ്കി അപ്പോഴേക്കും ബ്രേസ്ലെറ്റ് ഒക്കെ റെഡിയാക്കിയിട്ട് ഹൈമോക്ക് ഇട്ട് കൊടുത്തു. കൊള്ളായിരുന്നു കേട്ടോ, അവൾ ഹാപ്പിയായി. എനിക്കും ഇഷ്ടമായി കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെറിയൊരു ബ്രേസ്ലെറ്റ്. അമ്മച്ചി ഇപ്പോഴും പഴയ വൈബിൽ തന്നെയാണല്ലോ എന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോഴേക്കും ആൻറ്റി ഇതാ ബൈയൊക്കെ പറഞ്ഞിറങ്ങി. ഞങ്ങളും പിന്നെ ഒട്ടും വൈകാതെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ വീടിനടുത്തുള്ള പള്ളിയിൽ പള്ളിപ്പെരുന്നാളായിരുന്നു. ഇപ്പോൾ പിന്നെ പെരുന്നാൾ സീസൺ ആണല്ലോ, നമ്മൾ പിന്നെ ചെണ്ടപ്പുറത്ത് കോലെടുക്കുന്നിടത്തൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.